സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ്, ഈ സമര കാഹളം ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ, എനിക്ക് മുമ്പ് സംസാരിച്ച മുഴുവൻ ആളുകളും പറഞ്ഞ അതേ കാര്യം, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിച്ച് രാജ്യത്തും അത് ബാധിച്ചപ്പോൾ ഗവൺമെന്റ് പോലും ബി ശ്രീനിവാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ നമ്പർ അന്വേഷിച്ച് നടന്നതിനെക്കുറിച്ച് രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ്. ഏറ്റവും ബഹുമാന്യനായ ബി ശ്രീനിവാസ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട ടി സിദ്ദിഖ് MLA ഉൾപ്പെടെ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ബഹുമാന്യനായ ടി സിദ്ദിഖ് MLA പറഞ്ഞു. രാജ്യത്തിന്റെ ഒരു വിഹിതം, രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് കൊടുക്കണമെന്ന വലിയ ഉദ്ദേശത്തോടുകൂടി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസം നിർബന്ധിതമായി തൊഴിൽ നൽകണമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നോ ഈ 2026 ഏപ്രിൽ മാസം സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ പുതിയ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയ പുതിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർ പറയുന്നത് 125 ദിനം തൊഴിൽ കൊടുക്കണമെന്ന. പക്ഷേ നിർബന്ധം എന്നുള്ളത് ഒഴിവാക്കിയിരിക്കുകയാണ്. വേണമെങ്കിൽ മതി. ഈ പദ്ധതി ഈ വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തോടുകൂടി ഇത് അവസാനിക്കുകയാണ്. അവർക്ക് തൊഴിൽ കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് ഭയം ഈ രാജ്യത്തെ ഗവൺമെന്റിന് ഭയമാണ് ഗാന്ധിയെ. മരണപ്പെട്ട ഗാന്ധിയെ ചിത്രങ്ങളിലേക്ക് പോലും നിറയൊഴിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ ഈ രാജ്യത്തെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. അവർക്ക് ഭയമാണ്. നരേന്ദ്രമോദിക്ക് സംഘപരിവാറിന് ഭയമാണ്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു RSSകാരനോ BJPക്കാരനോ ഗാന്ധി എന്ന് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പോലും പറയുവാൻ അവർ ഭയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്ത് അധികാരത്തിൽ നിന്ന് 2 അല്ലെങ്കിൽ 3 ടേമായി നമ്മൾ മാറി നിൽക്കുകയാണ്. പക്ഷേ ഒരു തർക്കവുമില്ല, രാഹുൽ ഗാന്ധി നിരന്തരമായി പറയുന്ന പോലെ 1000 തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടാലും ഞങ്ങൾ എടുക്കുന്ന നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ. ആ രാഹുൽ ഗാന്ധി പറയുന്നത് സത്യമാണെന്ന് തെളിയാൻ പോവുകയാണ്. കാരണം ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മേൽ കൈവച്ച നരേന്ദ്രമോദിക്ക് ഇതുകൊണ്ട് തന്നെ പൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജ്യത്ത് വലിയ തരത്തിൽ പ്രക്ഷോഭം നടത്തുവാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു. സംസ്ഥാനത്ത് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷം എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഇതിനെതിരെ അക്ഷരം പറയാത്തത്? ഈ നാട്ടിലെ മാധ്യമങ്ങൾ അറിയാതെ PM ശ്രീയിൽ ഒപ്പിട്ടു. എങ്ങനെയാ ഒപ്പിട്ടത്? തന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ പോലും അറിയാതെയാണ് ഒപ്പിട്ടതെന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു. എന്തിനു വേണ്ടി? തന്റെ മകനെയും മകളെയും രക്ഷിക്കുവാൻ വേണ്ടി എന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലൂടെ നമുക്കറിയാം. ഈ അറബിക്കടലിനെ സാക്ഷി നിർത്തി പറയുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഉൾപ്പെടെ ഇന്നലകളിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്ന് അവർ അവകാശപ്പെട്ട സ്ഥലങ്ങളിൽ ഉജ്ജ്വലമായ വിജയം UDFനും കോൺഗ്രസിനും ഉണ്ടായതിനു ശേഷം എന്താണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പോളിസി എന്ന് നമ്മൾ ചർച്ച ചെയ്യണം. AK ബാലനെ പോലെ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെയുള്ള ആളുകൾ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വളരെ ബോധപൂർവം കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഈ നാട് മറന്ന മാറാടിനെ കുറിച്ച് പറയുകയാണ്. ഈ നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന മാറാടിനെ കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടോ
ഒരു പഞ്ചായത്ത് പോലും ഒന്നിച്ചു നിന്ന് ഭരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഒരു പ്രത്യേക മതവിഭാഗമാണ് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതെന്ന് സംഘപരിവാറിനേക്കാൾ ശക്തിയിൽ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും പ്രതികരിക്കണ്ടേ? ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മൾ പറയുകയാണ്. ഇതുപോലെ വിഷമിക്കുന്ന രീതിയിൽ AK ബാലനെ പോലെയുള്ള ആളുകൾ കേരളത്തിന്റെ തെരുവിലിറങ്ങിയാൽ തെരുവ് നായ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട സാമൂഹ്യ സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകും. ഉത്തരവാദിത്തോടു കൂടിയാണ് പറയുന്നത്. രാഷ്ട്രീയ ആവേശത്തിന്റെ പേരിൽ പറയുന്നതല്ല. നമുക്ക് മുന്നോട്ട് പോകണം. ജാതി മത ചിന്തകൾക്കപ്പുറത്ത് ഒരു നാട് മുന്നോട്ട് പോകുമ്പോൾ ഭരണകൂടം തന്നെ ജാതീയമായ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കുവാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് നമ്മൾ ആലോചിച്ച് നോക്ക്. ഹിന്ദു ഉണ്ട്, ഇസ്ലാം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ജൈനനുണ്ട്, സിഖുകാരനുണ്ട്, പാഴ്സിയുണ്ട്, വിശ്വാസമുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. എല്ലാവരെയും ഒന്നായി കണ്ട കോൺഗ്രസിന്റെ സംസ്കാരമുണ്ടല്ലോ. ആ സംസ്കാരം അധികാരത്തിൽ നിന്ന് മാറിയ അന്നു മുതൽ ഈ നാട് ജാതീയമായ മതപരമായ വേർതിരിവുകൾ ബോധപൂർവം ഭരണകൂടം സൃഷ്ടിക്കുന്നു. നരേന്ദ്രമോദി എന്താണോ ചെയ്യുന്നത് അതിന്റെ തനിയാവർത്തനമാണ് പിണറായി വിജയനും ചെയ്യുന്നത്. ഒരു തർക്കവുമില്ല. കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ നാടിന്റെ പാർട്ടി ഒരു 2-3 മാസം കഴിഞ്ഞാൽ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. ആ അധികാരത്തിൽ വരുമെന്ന് CPM-ന് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കോലാഹലങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. ശബരിമല ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കൊള്ള നിങ്ങൾ കരുതുന്നുണ്ടോ? തന്റെ മന്ത്രിസഭയിൽ നിന്ന് വേണ്ട ഒരു പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന വീരശൂര പരാക്രമി അറിയാതെ ഈ സ്വർണം കട്ടെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അരുവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച പത്മകുമാർ ജയിലിലായിട്ടും അദ്ദേഹത്തെ പുറത്താക്കാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകുന്നില്ല. ഒരു തർക്കവുമില്ല. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വരുന്ന നാളുകൾ, വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരങ്ങളുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഈ വീരശൂര പരാക്രമിക്ക് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് പുറത്തിറക്കാൻ കഴിയാത്ത തരത്തിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ദിനേശ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവരെ നമുക്ക് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സമരം ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയവയം നേരുന്നു നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ KM അഭിജിത്ത്.